നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയിൽ മരിച്ചു. ആഴൂർ സ്വദേശികളായ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദിക്ഷൽ ആണ് മരിച്ചത്. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിൽ നിന്നാണ് കുട്ടിക്ക് പാമ്പിന്റെ കടിയേറ്റത്. ഹാഷ്മി മുൻപ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും സമാനമായ നിലയിൽ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ആ പാമ്പിന്റെ കടിയേറ്റത്. തലയണിക്കടിയിൽ നിന്നാണ് വെള്ളിക്കെട്ടൻ എന്ന പേരിലുള്ള ശംഖുവരയൻ പിടികൂടിയത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ആൾജോ അവന് മൃതദേഹം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ മറ്റൊരു വെള്ളിക്കെട്ടനെ അവിടെ കണ്ടു. അത് കഴിഞ്ഞത് ഇന്നലെയും മറ്റൊരു വെള്ളിക്കെട്ടനെ അവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ ശംഖുവരയൻ. അതിനിടയിലാണ് ഞെട്ടൽ മാറും മുമ്പാണ് തിരുവനന്തപുരത്തെ ഈ വാർത്ത കൂടി വരുന്നത്. റിനു ശ്രീധർ വിവരങ്ങൾ വെച്ചിരുന്നു. റിനു, ഇതും കടിയേറ്റത് കട്ടിലിൽ വെച്ചാണെന്ന് തോന്നുന്നു അല്ലേ റിനു? തീർച്ചയായും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഹാഷ്മി രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. നമുക്കറിയാം ശംഖുവരയൻ്റെ കടിയേറ്റ കുട്ടി മരിച്ചൊരു സംഭവം. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ചിറയൻകീഴിലും 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ഏറെ ദുഃഖത്തോടെ പങ്കുവയ്ക്കാനുള്ളത്. ചൂട് സമയമാണ്, ബോധവൽക്കരണങ്ങളൊക്കെ തന്നെ ഒരുപാട് നൽകുന്നുണ്ട്. പക്ഷേ അത് ഫലം കാണുന്നില്ല എന്നുള്ളത് വേണം ഈ ഓരോ ദിവസത്തെ വാർത്തയും സൂചിപ്പിക്കുന്നത്. ദിക്ഷൽ 8 വയസ്സുകാരനാണ്. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂർ സ്വദേശിയാണ്. അഴൂർ സ്വദേശികളായിട്ടുള്ള ദിലീപ് അനു ദമ്പതികളുടെ മകനാണ് ദിക്ഷൽ. ഇന്ന് പുലർച്ചെ 8 മണിയോടുകൂടി ഉറങ്ങുന്നതിനിടെ കട്ടലിൽ വെച്ചാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത് എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. ഉടൻ തന്നെ ഈ കുട്ടി കരയുകയും രക്ഷിതാക്കൾ ചിറയൻകീഴ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും കുട്ടി മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. നമുക്ക് എത്രയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ അപ്ഡേഷൻ ഉണ്ടാകും. എന്തായാലും പുലർച്ചെയാണ് ഈ വീടിനകത്ത് നിന്ന് പാമ്പിനെ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ പാമ്പ് കടിക്കുന്നത്. കുട്ടിയെ ഉടൻ റിനു, എന്തായാലും വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് പാമ്പ് കടിയേറ്റത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഈ വീടിന്റെ സമീപ പ്രദേശം അതൊക്കെ എങ്ങനെയാണ്? ഈ കാടൊക്കെ പിടിച്ച മേഖലയാണോ? അതെ, 8 വയസ്സേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ റിനു ചോദിച്ചത്, വീട് ഏത് മേഖലയിലാണ്? കാടൊക്കെയുള്ള പ്രദേശമാണോ? അങ്ങനെയാണോ? പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടോ അവിടെ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? അക്ഷിത, നമുക്ക് അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം സാധാരണ ഒരു ചെറിയ കുടുംബമാണ്. അവർ ജനൽ സാധാരണഗതിയിൽ ഇത്തിരി AC ഒന്നും ഇല്ലാത്തതിനാൽ ജനലൊക്കെ തന്നെ തുറന്നിടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജനൽ വഴി കടന്നതാകാം എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്ന വിവരം. കാടുമൂടിയ പ്രദേശമാണോ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായത്. അതിൽ ഈ മൂർഖൻ പാമ്പാണ് കടിച്ചത്. പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. 4 മണിയോടുകൂടിയാണ് ഈ പാമ്പ് കടിച്ചത്. തുടർന്ന് ചിറയൻകീഴ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ചികിത്സ നൽകി. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഈ വിവരങ്ങളാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. അശ്ത, സങ്കടകരമായ വാർത്തയാണ്. ദിക്ഷൽ എന്ന് പറയുന്ന 8 വയസ്സുകാരൻ കുഞ്ഞാണ് പാമ്പിന്റെ കടിയേറ്റം മരിച്ചുപോയത്. മൂർഖൻ പാമ്പെന്നാണ് പ്രാഥമിക നിഗമനം. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.